ടെസ്റ്റഡ് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ ഏരിയയിൽ VT ഭട്ടതിരിപ്പാടുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. PD ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയല്ലാത്തത് ഏത്? മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ് കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽ പെട്ടത്. ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഇവിടെ C ഓപ്ഷൻ, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നു. ഇത് ശരിയായ പ്രസ്താവനയല്ല. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ, കണ്ണീരും കിനാവും എന്ന ആത്മകഥ അദ്ദേഹത്തിൻ്റെതാണ്. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. 1976 കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽ പെട്ടതാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ജനനം 1896 മാർച്ച് 26 ചോദിച്ച ചോദ്യമാണ്. 1896 മാർച്ച് 26 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1896 മാർച്ച് 26 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മേഴത്തൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് തുപ്പൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് തുപ്പൻ ഭട്ടതിരിപ്പാട്. മരണം 1982 ഫെബ്രുവരി 12. 1982 ഫെബ്രുവരി 12 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനം 1896 മാർച്ച് 26 മേഴത്തൂർ എന്ന സ്ഥലത്ത് തുപ്പൻ ഭട്ടതിരിപ്പാടിൻ്റെ മകനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. 1982 ഫെബ്രുവരി 12 അദ്ദേഹം അന്തരിച്ചു. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്ത മനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്ത മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു VT ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. നാനാജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്നതിനായി കൊടുമുണ്ട കോളനി സ്ഥാപിച്ച വർഷം 1935. 1935 നാനാജാതിക്കാർക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി കൊടുമുണ്ട കോളനി അദ്ദേഹം സ്ഥാപിച്ചു. ഒറ്റപ്പാലത്ത് KPCC സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം 1921. ഒറ്റപ്പാലത്ത് KPCC സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം 1921. അപ്പോൾ അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്ത മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നതാണ്. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനമാണ്. ഇതേ വർഷമാണ് ഒറ്റപ്പാലത്തെ KPCC സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. അദ്ദേഹം പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം 1921. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 ഈ നാടകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തുന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എടക്കുനി, അതായത് വടക്കിനിയടുത്ത മനയിൽ എടക്കുനിയിലാണ് ആദ്യമായി ഈ ഒരു നാടകം അവതരിപ്പിച്ചത്. ഈ നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം അവതരിപ്പിക്കുന്നുണ്ട്.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് വടക്കിനിയടത്ത് മനയിലാണ്, എടക്കുനിയിലാണ്. ഈ നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം അവതരിപ്പിക്കുന്നുണ്ട്. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം രചിച്ചത് MR ഭട്ടതിരിപ്പാടാണ്. അതായത് മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം എന്ന കൃതിയുടെ കർത്താവ് MR ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന കൃതിയുടെ കർത്താവ് MP ഭട്ടതിരിപ്പാടാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം എന്ന കൃതി MR ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ഋതുമതി എന്ന കൃതി MP ഭട്ടതിരിപ്പാടിൻ്റെതാണ്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് VD ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് യാചനയാത്ര. 1931 ഇത് നടന്നത്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് യാചനയാത്ര. 1931 ഇത് നടന്നത്. നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം, ഋതുമതി എന്നീ കൃതികളെയാണ് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം, ഋതുമതി എന്നീ കൃതികളെയാണ് നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് യാചനയാത്ര. 1931 ഇത് നടത്തിയിട്ടുള്ളത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, VT ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. കുടുംബം മുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. കുടുംബം മുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് അദ്ദേഹമായിരുന്നു. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. പാശുപതം, ഉത്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്ന വ്യക്തിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. പാശുപതം, ഉത്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാണ് VT ഭട്ടതിരിപ്പാട്. PSCയുടെ ചോദ്യപ്രകാരം യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാണ് VT ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ്. പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. PSC ആൻസർ സ്ഥാപകൻ എന്നുള്ളതാണ്. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൻ്റെ വേദി ആലുവയായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ചങ്ങമ്പുഴ. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം എന്നിവ. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം എന്നിവ. VTയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919 VDയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919 യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനം 1933 യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ്. 1933 പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്.
പാശുപതം, ഉത്ഭുത കേരളം എന്ന പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കർമ്മവിഭാഗം, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, കരിഞ്ചന്ത, പൊഴിഞ്ഞ പൂക്കള്, വെടിവട്ടം, എൻ്റെ മണ്ണ്, പോംവഴി, കാലത്തിൻ്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, കണ്ണീരും കിനാവും, രജനീരംഗം എന്നിവ. അപ്പോൾ എൻ്റെ മണ്ണ്, പോംവഴി, കാലത്തിൻ്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, പോംവഴി, കരിഞ്ചന്ത, ചക്രവാളങ്ങൾ, വെടിവെട്ടം, പൊഴിഞ്ഞ പൂക്കള്, കർമ്മവിഭാഗം, ചക്രവാളങ്ങൾ, ദക്ഷിണായനം, കണ്ണീരും കിനാവും, രജനീരംഗം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. 1970 ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ആ ശബ്ദം ചെയ്തു. വി.ടിയുടെ ഈ വരികളടങ്ങിയ കൃതിയാണ് കണ്ണീരും കിനാവും. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് രജനീരംഗം. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് രജനീരംഗം. പൊഴിഞ്ഞ പൂക്കൾ എന്നത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. കൊഴിഞ്ഞ ഇലകള് ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയാണ്. കൊഴിഞ്ഞ കാലം കെ.പി. കേശവമേനോൻ്റെ കൃതിയാണ്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, കൊഴിഞ്ഞ കാലം കെ.പി. കേശവമേനോൻ, പൊഴിഞ്ഞ പൂക്കൾ വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വി.ടിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി കുമാരഗുരുദേവനെ കുറിച്ച് നോക്കാം. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. LP സ്കൂൾ ടീച്ചർ 2022 ചോദ്യമായിരുന്നു. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിതമായത് 1909 ഇരവിപേരൂർ എന്ന സ്ഥലത്ത്, തിരുവല്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു സഭ സ്ഥാപിതമായത്. PRDS, ഗോഡ്സ് ചർച്ച് ഓഫ് വിസിബിൾ സാൽവേഷൻ. ഈ സഭയുടെ സ്ഥാപകനാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അതിന് മറ്റു സ്ഥാപനങ്ങൾ അമരക്കുന്ന്, ഉദിയൻകുളങ്ങര എന്നീ സ്ഥലങ്ങളിലാണുള്ളത്. അമരക്കുന്ന്, ഉദിയൻകുളങ്ങര. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ എന്നുള്ളത്. 1909 പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിതമായിട്ടുള്ളത്. തിരുവല്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹമായിരുന്നു. UP സ്കൂൾ അസിസ്റ്റന്റ് 2016 NCA ചോദ്യമായിരുന്നു ഇത്. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയുന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പുലിയൻ മത്തായി, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുമാരൻ അഥവാ കുമാരൻ എന്ന പേരിലായിരുന്നു. രത്നമണികൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അടിലഹളയിൽ ഉൾപ്പെട്ട പ്രക്ഷോഭങ്ങൾ വാകത്താനം ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം. വാകത്താനം ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം ഇതൊക്കെ അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ്. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. 1906 ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായിട്ട്
ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായിട്ട് പൊയ്കെ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ്. 1906 വാകത്താനം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ അടിലഹളയിൽ ഉൾപ്പെട്ട മറ്റ് പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളി നടി സമരം എന്നിവ. പുലയം മത്തായി, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനെയാണ്. നവോത്ഥാന നായകന്മാരും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നോക്കാം. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നടത്തിയത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ്. മേൽമുണ്ട് സമരം വൈകുണ്ഠസ്വാമികളാണ്. പുലിയ ലഹള, ഊരൂട്ടമ്പലം ലഹള, 90 ലഹള എന്നൊക്കെ പറയുന്ന ലഹള നടത്തിയത് അയ്യങ്കാളി. അതുപോലെ കല്ലുമാല സമരം, പെരിനാട്ടു ലഹള, ഇതൊക്കെ അയ്യങ്കാളിയായിരുന്നു. വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വാഴത്തട വിപ്ലവം നടത്തിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നടത്തിയതും മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. അച്ചിപ്പുടവ സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കുട്ടംകുളം സമരം പി.കെ. ചാത്തൻ മാസ്റ്റർ. കുട്ടംകുളം സമരം നടത്തിയത് പി.കെ. ചാത്തൻ മാസ്റ്ററാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാനാണ്. രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാനാണ്. അപ്പോൾ മേൽമുണ്ട് സമരം വൈകുണ്ഠസ്വാമികൾ, കല്ലുമാല സമരം, പെരിനാട്ട് ലഹള, പുലയ ലഹള, 90 ലഹള, ഉരുട്ടമ്പല ലഹള, ഇതൊക്കെ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിമോചന സമരം മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നടത്തിയതും മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ സംഘടിപ്പിച്ചതും മന്നത്ത് പത്മനാഭൻ. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നടത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കുട്ടംകുളം സമരം പി.കെ. ചാത്തൻ മാസ്റ്റർ. രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നയിച്ചത് കെ. കേളപ്പൻ ആയിരുന്നു. ഇത്രയാണ് നമുക്ക് പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.